മലയാളി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ദിലീപിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ദിലീപിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിൻ്റെ ചില വാർത്തയാണ് പുറത്തു വരുന്നത്. നടൻ ദിലീപിൻ്റെ വീട്ടിൽ സ്വകാര്യ വസതിയിൽ ഡ്രോൺ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി നിരീക്ഷണം നടത്തുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രമുഖ വാർത്താ ചാനലുകൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ പോലീസിൽ ഇപ്പോൾ പരാതി എത്തിയിരിക്കുകയാണ്. ദിലീപിൻ്റെ സഹോദരി എസ് ജയലക്ഷ്മി സുരാജാണ് ആലുവ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി നൽകിയത്. ചില മാധ്യമങ്ങൾക്ക് ചില മേധാവികൾക്കുമെതിരെയാണ് നിയമ നടപടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാം. പത്മസരോവരം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അതിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങൾ പുറത്തു കാട്ടി കാശിനു വേണ്ടി ചെയ്തതാണെന്നും പൊട്ടിത്തെറിച്ച് ദിലീപിൻ്റെ ചേച്ചി തന്നെ പരസ്യമായി തന്നെ വെളിയിലെത്തുമ്പോൾ ഇത് വാർത്തയായി മാറുന്നു. അവരുടെ വീടാണ്, അതൊരു പേഴ്സണൽ സ്പേസ് ആണ്. അത്രയും പേഴ്സണൽ സ്പേസിനുള്ളിലേക്ക് ഡ്രോൺ കയറ്റുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, വണ്ടി പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ കോർട്ട് വരെ അല്ലെങ്കിൽ വക്കീലിൻ്റെ ഓഫീസ് വരെയും ആ ഡ്രോൺ തിരിച്ച് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊന്നും തെറ്റില്ല. എന്നാൽ പേഴ്സണൽ വീഡിയോ, അതായത് ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് അവരുടെ പേരിലുള്ള വീടിൻ്റെയും വസ്തുവിൻ്റെയും വിഷ്വൽ എടുക്കുമ്പോൾ അതിൽ ഇത്രയും അധികം ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് സൂക്ഷിക്കണമെന്ന് തന്നെ എടുത്തു പറയേണ്ടതാണ് എന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. അത് ഈ പ്രത്യേകം ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അവർ ആലിംഗനം ചെയ്യുന്നതും അവർ പരസ്പരം സ്നേഹം കൈമാറുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതിലേക്ക് പകർത്തുന്നുണ്ട്. ഇതെല്ലാം ശരിയായ നീതി നടപടിയല്ല. അതുകൊണ്ട് സ്ത്രീയായ എന്നെപ്പോലെ അടക്കം ഈ വീട്ടിൽ എത്രയോ പേരുണ്ട്, ഒരു കൊച്ചുകുട്ടി ഉൾപ്പെടെയുണ്ട്. അവരുടെ എല്ലാവരുടെയും തന്നെ പ്രൈവസിയെ തന്നെ മാനം കെടുത്തുന്ന രീതിയിലാണ് ഇത് പോയതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരാതി പോകണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നതെന്നും പറയുന്നു. ഇത്രയും നാളും എല്ലാവരും ഞങ്ങളുടെ പുറത്ത് കുതിര കയറിയപ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കുകയായിരുന്നു. എന്നാൽ ഇനി ഇത് വച്ചുപുറപ്പിക്കാനാകില്ല എന്ന് തന്നെയാണ് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്നുകൂടി പറയാം. 2025 ഡിസംബർ 8 ആലുവയിൽ പത്മസരോവരം എന്ന വസതിയിൽ അതിക്രമിച്ചു കയറി ഡ്രോൺ ഉപയോഗിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെയുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു എന്നതാണ് പ്രധാന പരാതി. നടിയെ ആക്രമിച്ച കേസിന്റെ വിധി പറയുന്ന ദിവസം ദിലീപ് വീട് വിട്ട് കോടതിയിലേക്ക് പോകുന്നതും തിരികെ വീട്ടിലേക്ക് വരുന്നതുമായ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിച്ച് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ദിലീപിന്റെ സഹോദരി നൽകിയ പരാതിയുടെ പൂർണ്ണരൂപത്തിൽ പറയുമ്പോൾ എസ് ജയലക്ഷ്മി, സബിത എന്ന് വിളിക്കുന്ന ജയലക്ഷ്മിയുടെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ എല്ലാവരുടെ കയ്യിലേക്കും കിട്ടുന്നത്. സിനിമാ നടൻ ദിലീപിൻ്റെ സഹോദരിയാണ് ഞാൻ. മേൽ സൂചിപ്പിച്ച വിലാസത്തിൽ അദ്ദേഹത്തോടൊപ്പം ഞാൻ താമസിക്കുന്നത്. 2008 ഡിസംബർ 25 ചില ചാനലുകൾ ഞങ്ങളുടെ വീട്ടുപറമ്പിൽ ഡ്രോൺ അയക്കുകയും സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കമുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തുകയും ചെയ്തു. അങ്ങനെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും ചെയ്തു. ഡ്രോൺ ഉപയോഗിച്ച് അവർ ദിലീപിൻ്റെ മാത്രമല്ല വീട്ടിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദൃശ്യങ്ങൾ പകർത്തുകയും അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ചില ചാനലുകൾ സംപ്രേഷണത്തിലൂടെ ഡ്രോൺ അയച്ചതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇതിലൂടെ ഈ കൃത്യത്തിലുള്ള തൻ്റെ പങ്ക് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടിലെ അംഗങ്ങളുടെ സമ്മതമോ മുൻകൂർ അനുമതിയോ കൂടാതെയാണ് ഡ്രോൺ പ്രവർത്തിപ്പിച്ചത്. ഇത് ഞങ്ങളുടെ സ്വകാര്യതയെ നഗ്നമായ ലംഘനമാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ വസതി ഒരു പൊതുസ്ഥലമല്ല. ഒരു സ്വകാര്യ താമസ സ്ഥലത്തിന് മുകളിൽ വ്യോമ നിരീക്ഷണം നടത്താൻ ഒരു മാധ്യമ സ്ഥാപനത്തിനും അധികാരം നൽകിയിട്ടുമില്ല, അധികാരവുമില്ല. ഡ്രോൺ നിരീക്ഷണം നടത്തിയ സമയം രീതിയും പരിശോധിച്ചാൽ ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അതിക്രമിച്ചു കയറാനും അതുപോലെ വാണിജ്യ ലാഭത്തിനായി നിയമവിരുദ്ധമായി ദൃശ്യങ്ങൾ ശേഖരിച്ച് സംപ്രേഷണം ചെയ്യാനുമുള്ള ദുരുദ്ദേശം വ്യക്തമാണ്. ഈ പ്രവൃത്തികൾ ഞങ്ങളുടെ സ്വകാര്യതയെ ലംഘിക്കുന്നുവെന്നാണ് ഇതിൽ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.